യുദ്ധത്തിന്റെ പേരിലോ സൈനിക നടപടിയുടെ പേരിലോ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ നൂലാമലയിൽ ഒരേ സംഭവത്തെ വ്യത്യസ്ത രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുമെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള അടുത്തകാലത്തെ സംഘർഷത്തെക്കുറിച്ച് അദ്ദേഹമെടുത്ത പുതിയ നിലപാട് വെറും വാക്കുകളുടെ മാറ്റമല്ല, അതൊരു വലിയ രാഷ്ട്രീയ, നിയമപരമായ തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. മെയ് 1 അവസാനിക്കുന്ന യുദ്ധാധികാര പ്രമേയത്തിന്റെ സമയപരിധി അടുത്തെത്തിയ സാഹചര്യത്തിലാണ് ട്രംപ് ഈ നിർണായക പ്രസ്താവന നടത്തിയത്. അമേരിക്കൻ നിയമപ്രകാരം പ്രസിഡന്റിന് കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ സൈനിക നടപടി നീട്ടാൻ കഴിയുന്ന കാലാവധി പരിമിതമാണ്. എന്നാൽ ഈ നിയമപരമായ നിയന്ത്രണങ്ങളെ മറികടക്കാൻ ട്രംപ് കണ്ടെത്തിയ വഴിയാണ് ഇത് യുദ്ധമല്ല, സൈനിക നടപടി മാത്രമാണ് എന്ന വാദം. വാക്കുകളുടെ ഈ സൂക്ഷ്മമായ മാറ്റം ഒരു വലിയ ഭരണഘടനാപരമായ ചർച്ചയ്ക്ക് വഴിവെരിക്കുകയാണ്. ട്രംപിന്റെ വാദം ലളിതമാണെങ്കിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ ഗൗരവമേറിയതാണ്. അദ്ദേഹം പറയുന്നത് ഇറാനെതിരായ ആക്രമണങ്ങൾ ഒരു യുദ്ധം എന്ന വിഭാഗത്തിൽ പെടുന്നില്ലെന്നും അതിനാൽ കോൺഗ്രസിന്റെ പ്രത്യേക അനുമതി ആവശ്യമില്ലെന്നുമാണ്. ഇത് ശരിയാണെങ്കിൽ പ്രസിഡന്റിന് കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കും. എന്നാൽ വിമർശകർ പറയുന്നത് ഇത് നിയമത്തെ വളച്ചൊടിക്കുന്നതാണെന്നും കോൺഗ്രസിന്റെ മേൽനോട്ടത്തെ ദുർബലപ്പെടുത്തുന്നു എന്നുമാണ്. ഈ സാഹചര്യത്തിൽ അമേരിക്കൻ ഭരണകൂടം ഉന്നയിക്കുന്ന പ്രധാന വാദം ഏപ്രിൽ 7 പ്രഖ്യാപിച്ച വെടിനിർത്തലാണ്. ഈ തീയതി മുതൽ യഥാർത്ഥ യുദ്ധപ്രവർത്തനങ്ങൾ അവസാനിച്ചതായി അവർ അവകാശപ്പെടുന്നു. ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ ഫെബ്രുവരി 28 ആരംഭിച്ച ശത്രുതകൾ ഇതിനകം അവസാനിച്ചിരിക്കുകയാണ്. ഇതിലൂടെ നിലവിൽ നടക്കുന്ന കാര്യങ്ങൾ യുദ്ധത്തിന്റെ തുടർച്ചയല്ല, മറിച്ച് ഒരു സമാധാനാവസ്ഥയിലേക്ക് നീങ്ങുന്ന ഘട്ടമാണെന്ന് അവർ സൂചിപ്പിക്കുന്നു. എന്നാൽ ഈ വാദം എല്ലാവർക്കും വിശ്വസനീയമല്ല. കാരണം ഒരു യുദ്ധത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനമില്ലെങ്കിലും അതിന്റെ സ്വഭാവം തന്നെ യുദ്ധപരമായിരിക്കാം. സൈനിക ശക്തിയുടെ ഉപയോഗം, ശത്രുതാപരമായ പ്രവർത്തനങ്ങൾ, അന്താരാഷ്ട്ര പ്രതികരണങ്ങൾ ഇവയെല്ലാം ചേർന്നാൽ അത് യുദ്ധമാണോ അല്ലയോ എന്ന ചോദ്യത്തിന് ഒരു ഏകപക്ഷീയമായ ഉത്തരമില്ല. ട്രംപ് തന്റെ പ്രസംഗത്തിൽ ചരിത്രപരമായ യുദ്ധങ്ങളുമായി ഈ സംഘർഷത്തെ താരതമ്യം ചെയ്തതും ശ്രദ്ധേയമാണ്. 1-ാം ലോകമഹായുദ്ധം, 2-ാം ലോകമഹായുദ്ധം, വിയറ്റ്നാം യുദ്ധം, കൊറിയൻ യുദ്ധം, ഇറാഖ് യുദ്ധം എന്നിവയേക്കാൾ വളരെ ചുരുങ്ങിയ കാലയളവാണ് ഈ സൈനിക നടപടിക്ക് ഉണ്ടായതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വെറും 32 ദിവസങ്ങൾ മാത്രമേ ഇത് നീണ്ടുനിന്നിട്ടുള്ളൂ എന്നും അതിനാൽ ഇതിനെ വലിയ യുദ്ധങ്ങളുമായി താരതമ്യം ചെയ്യുന്നത് ശരിയല്ലെന്നും അദ്ദേഹം വാദിച്ചു. ഈ താരതമ്യം ഒരു രാഷ്ട്രീയ സന്ദേശം നൽകുന്നതിനു മാത്രമല്ല, പൊതുജന മനസ്സിലേക്കുള്ള ഒരു മാനസിക തന്ത്രവുമാണ്. നമ്മളൊരു വലിയ യുദ്ധത്തിലല്ല എന്ന ധാരണ ജനങ്ങളിൽ സൃഷ്ടിക്കാൻ ഇത് സഹായിക്കും. അതേസമയം സൈനിക നടപടി ശക്തമാണെന്നും ഇറാന്റെ നാവിക വ്യോമശേഷികളെ തകർത്തുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ ഈ അവകാശങ്ങൾക്കും ചോദ്യം ചെയ്യലുകൾ ഉയരുന്നു. യഥാർത്ഥത്തിൽ ഇറാന്റെ സൈനിക ശേഷി എത്രത്തോളം ബാധിക്കപ്പെട്ടു? ഈ ആക്രമണങ്ങൾ ദീർഘകാലത്തിൽ എന്ത് പ്രത്യാഘാതങ്ങളുണ്ടാക്കും? ഇവയ്ക്ക് വ്യക്തമായ ഉത്തരങ്ങൾ ലഭ്യമല്ല. അതിനാൽ തന്നെ ട്രംപിന്റെ പ്രസ്താവനകൾ ഒരു രാഷ്ട്രീയ നരേറ്റീവായി മാത്രം കാണണമെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. ഇതിനിടെ സമാധാന ചർച്ചകളുടെ ഭാവിയും അനിശ്ചിതത്വത്തിലാണ്. ഇറാൻ ഒരു 3-ഘട്ട പ്രമേയം മുന്നോട്ടുവെച്ചെങ്കിലും ട്രംപ് അതിൽ സംതൃപ്തനായിരുന്നില്ല. ആദ്യഘട്ടം യുദ്ധത്തിന്റെ പൂർണ്ണ അവസാനിപ്പലാണ് ആവശ്യപ്പെടുന്നത്. ഇത് ലെബനോണിലെ ഹിസ്ബുള്ളയ്ക്കെതിരായ നടപടികളെയും ഉൾക്കൊള്ളുന്നു. രണ്ടാമത്തെ ഘട്ടം ഇറാനിയൻ തുറമുഖങ്ങളിലെ അമേരിക്കൻ ഉപരോധത്തെ നീക്കുകയും ഹോർമോസ് ഇടുക്കിലൂടെ ഗതാഗതം പുനരാരംഭിക്കുകയും ചെയ്യുന്നതാണ്. മൂന്നാമത്തെ ഘട്ടം ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകളാണ്. ഈ പ്രമേയം ഒരു സമഗ്ര സമാധാന കരാറിലേക്ക് നയിക്കാൻ കഴിയുന്നതാണ്. എന്നാൽ വിശ്വാസത്തിന്റെ അഭാവവും പരസ്പര സംശയങ്ങളും ചർച്ചകളെ സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. ട്രംപ് തന്നെ പറഞ്ഞതുപോലെ ഈ ചർച്ചകളുടെ യഥാർത്ഥ സ്ഥിതി തനിക്കും മറ്റു 2 പേർക്കും മാത്രമേ അറിയൂ എന്നതാണ് രഹസ്യം. ഈ രഹസ്യം കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ യുദ്ധാധികാര പ്രമേയം വീണ്ടും ശ്രദ്ധാകേന്ദ്രമാകുന്നു. 1973 രൂപീകരിച്ച ഈ നിയമം പ്രസിഡന്റിന്റെ സൈനിക അധികാരങ്ങളെ നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടതാണ്. വിയറ്റ്നാം യുദ്ധത്തിന്റെ അനുഭവങ്ങളിൽ നിന്നാണ് ഇത് പിറന്നത്. പ്രസിഡന്റിന് അനിയന്ത്രിത യുദ്ധാധികാരം നൽകുന്നത് അപകടകരമാണെന്ന് തിരിച്ചറിഞ്ഞാണ് കോൺഗ്രസ് ഈ നിയമം കൊണ്ടുവന്നത്. ഈ നിയമപ്രകാരം സൈനിക നടപടി ആരംഭിച്ച 48 മണിക്കൂറിനുള്ളിൽ പ്രസിഡന്റിന് കോൺഗ്രസിനെ അറിയിക്കണം. തുടർന്ന് 60 ദിവസത്തിനുള്ളിൽ കോൺഗ്രസിന്റെ അനുമതി ലഭിക്കാത്ത പക്ഷം സൈന്യത്തെ പിൻവലിക്കേണ്ടതുണ്ട്. എന്നാൽ ഈ സമയപരിധി 30 ദിവസത്തേക്ക് കൂടി നീട്ടാൻ അനുവാദമുണ്ട്. ഇപ്പോൾ ഈ സമയപരിധി അവസാനിക്കാനിരിക്കെയാണ് ട്രംപ് തന്റെ നിലപാട് മാറ്റിയത്. ഇത് യുദ്ധമല്ല എന്ന വാദം ഈ നിയമത്തിന്റെ ബാധ്യതയിൽ നിന്ന് ഒഴിവാകാനുള്ള ശ്രമമായാണ് പലരും കാണുന്നത്.
ഇത് ഭരണഘടനാപരമായ അധികാരങ്ങളുടെ വ്യാഖ്യാനത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾക്ക് വഴിവെരിക്കുകയാണ്. അമേരിക്കയിൽ പ്രസിഡന്റിന്റെയും കോൺഗ്രസിന്റെയും അധികാരങ്ങൾ തമ്മിലുള്ള ബാലൻസ് ഒരു പ്രധാന വിഷയമാണ്. യുദ്ധം പോലുള്ള ഗുരുതര തീരുമാനങ്ങൾ ഒരാളുടെ കയ്യിൽ മാത്രം നിൽക്കരുത് എന്നതാണ് ഭരണഘടനയുടെ ആത്മാവ്. എന്നാൽ ദേശീയ സുരക്ഷയുടെ പേരിൽ പ്രസിഡന്റിന് കൂടുതൽ അധികാരം നൽകേണ്ടതുണ്ടോ എന്ന ചർച്ചയും നിലനിൽക്കുന്നുണ്ട്. ട്രംപിന്റെ ഈ നിലപാട് ഈ രണ്ട് ആശയങ്ങളുടെയും സംഘർഷത്തെ വീണ്ടും മുന്നിലെത്തിക്കുന്നു. ഒരു വശത്ത് വേഗത്തിൽ പ്രതികരിക്കേണ്ട സാഹചര്യം, മറുവശത്ത് ജനാധിപത്യ നിയന്ത്രണം. ഈ രണ്ടിനുമിടയിൽ ഒരു ബാലൻസ് കണ്ടെത്തുക എളുപ്പമല്ല. അന്താരാഷ്ട്ര തലത്തിലും ഈ സംഭവ വികാസങ്ങൾ വലിയ പ്രതികരണങ്ങൾക്ക് വഴിവെരിക്കുന്നു. അമേരിക്കയുടെ നടപടികൾ മറ്റു രാജ്യങ്ങൾ എങ്ങനെ വിലയിരുത്തും? ഇറാൻ എങ്ങനെ പ്രതികരിക്കും? ഈ ചോദ്യങ്ങൾക്ക് ഇപ്പോഴും വ്യക്തമായ ഉത്തരമില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ സംഘർഷം വെറും സൈനിക വിഷയമല്ല, അതൊരു രാഷ്ട്രീയ, നിയമ, നയതന്ത്ര പ്രശ്നവുമാണ്. അവസാനമായി, യുദ്ധം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഒരു യുദ്ധം എന്താണ്? അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനമോ അതിന്റെ സ്വഭാവമോ? ട്രംപ് പറയുന്നത് വാക്കുകൾ മാറ്റിയാൽ യാഥാർത്ഥ്യം മാറില്ലെങ്കിലും നിയമപരമായ ബാധ്യതകൾ മാറാമെന്നാണ്. എന്നാൽ ഈ സമീപനം എത്രത്തോളം നിലനിൽക്കുമെന്നത് സമയമാണ് തെളിയിക്കുക. ഇത് വെറും ഒരു സംഭവത്തിന്റെ കഥയല്ല, ഇത് അധികാരത്തിന്റെ, ഉത്തരവാദിത്വത്തിന്റെ, സത്യത്തിന്റെ കഥയാണ്. ലോകം മുഴുവൻ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഓരോ വാക്കും, ഓരോ തീരുമാനവും ചരിത്രത്തിൽ തന്റെ സ്ഥാനം കണ്ടെത്തും.